ഹലോ ഗൈസ്, ഇനി നമുക്ക് വരയ്ക്കാൻ പോകുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡ്രോയിങ് ടെക്നിക്കാണ്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതുപോലെ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് തരുന്നല്ലോ. ബ്ലാക്ക് മാർക്കർ വെച്ചിട്ട് നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിൽ സ്ക്വയർ ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ ഫ്ലവേഴ്സ് പെറ്റൽസ് രീതിക്ക് വരച്ചിട്ട് അതിന് കളർ നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളർ വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ലൈറ്റിൽ നിന്ന് ഡാർക്കിലേക്ക് പോകുന്ന രീതിക്ക് ആ രീതിക്കാണെങ്കിൽ നിങ്ങൾക്ക് കളറിങ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് മൊത്തത്തിൽ നമ്മൾ കളർ ചെയ്തെടുക്കണം. ഓക്കെ, ഇത് ഞാൻ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യാണ്. ആക്രിലിക് പെന്ന് കിട്ടിയപ്പോൾ, മാർക്കർ കിട്ടിയപ്പോൾ ഞാൻ ഒന്ന് ട്രൈ ചെയ്ത ഒരു ഇമേജാണ്. ഞാൻ പിൻട്രസ്റ്റ് നോക്കിയപ്പോൾ കിട്ടിയൊരു ഇമേജ്, അതിനെ ഞാൻ വേറൊരു രീതിക്ക് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ കളർ കോമ്പിനേഷനൊന്നുമല്ല, എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ടുള്ള കളർ കോമ്പിനേഷൻസ് ഒക്കെ വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ ഇത് ഫില്ല് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ബ്ലാക്ക് മാർക്കർ യൂസ് ചെയ്യണം. അപ്പോൾ ബ്ലാക്ക് മാർക്കർ യൂസ് ചെയ്തിട്ട് ഇതാ ഞങ്ങൾ ഇപ്പോൾ ചെയ്തിരിക്കുന്ന പോലെ ആ ഒരു ചെറിയ പെറ്റൽസ് ആയിട്ടുള്ള രീതിയിൽ അതിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഫില്ല് ചെയ്തിട്ട് ആ ബാക്കി പോർഷൻസ് ബ്ലാങ്ക് വരുമല്ലോ, അവിടെ ബ്ലാക്ക് ആ മാർക്കർ വെച്ചിട്ടുണ്ട്. മാർക്കർ ഉണ്ടെങ്കിൽ നമുക്ക് ഡൂഡിൽ പെന്നും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം, അത് വെച്ച് ചെയ്യാം. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ പിക്ചറിൻ്റെ ലുക്ക്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.